ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതെ, അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ എന്തായാലും അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് എൻ്റെ ട്വിൻ ബ്രദർ കാനഡയിൽ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഇല്ലായിരുന്നു. നമ്മൾ ആ സമയത്ത് ട്രിപ്പിലായതുകൊണ്ട് അവർ പോസ്റ്റ് ഓഫീസിൽ പോയി കളക്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. അത് അവർ അഡ്രസ്സൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് ഒരു ബസ് കയറി പോകാനുള്ള ദൂരമേ ഉള്ളൂ. നമുക്കതായാലും അവിടെ എത്തിയിട്ട് വീഡിയോ കാണിക്കാം. ഓക്കെ, ബൈ. നമുക്ക് പോകേണ്ട ബസ് കുണുങ്ങി വരുന്നുണ്ട്. നമ്മൾ ഇവിടെ ഓഫീസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഏകദേശം ഇവർ പറഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് മുന്നേ എല്ലാ ദിവസവും വരണമെന്ന്, എന്നാലേ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഏകദേശം എത്തി. ഇനിയിപ്പോൾ തപ്പി പിടിക്കണത് എവിടെ വന്ന്. ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് ഈ പാഴ്സൽ ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഒന്നും ഓർഡർ ചെയ്യാറൊന്നുമില്ല ഓൺലൈനിൽ. പിന്നെ ഇവിടെ ആമസോണും ഇല്ല. നമുക്ക് ആകെ ഓർഡർ ചെയ്യാൻ അറിയാവുന്ന ആമസോണിൽ നിന്നാണ്. ഇവിടെ ഇപ്പോൾ ഒരു DHL ഓഫീസ് എത്തിയിട്ടുണ്ട്. എവിടെ? തറയി നോക്കാം. ഉടുപ്പൊക്കെ ഇട്ട് ഇറക്കിയിട്ടുണ്ട് ആൾക്കാരെ. അങ്ങനെ നമ്മൾ DHL ഓഫീസിലെത്തിയിട്ടുണ്ട്. ഫുള്ള് DHL വണ്ടിയാണ്. ഇവരെല്ലാ സ്ഥലത്തും ഉണ്ടല്ലേ. എന്തായാലും പോയി നോക്കാം. അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്താണ്, ഇവിടെ അല്ല, എൻട്രി വേറെ സ്ഥലത്താന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി നോക്കാം. അങ്ങനെ നമ്മൾ DHL ഓഫീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഒരു സാധനം തിരിച്ചയച്ചൊന്നും പറയാതിരുന്നാൽ മതിയായിരുന്നു. Thank you so much. Thank you. പെട്ടി കിട്ടിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് വീട്ടിൽ പോയി പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നമുക്കവിടെ സൈൻ ഇട്ട് കൊടുത്ത് നമ്മുടെ ID കാർഡ് കാണിച്ചപ്പോൾ നമുക്ക് പാക്കറ്റ് കിട്ടി, സാധനം എത്തിയിട്ടുണ്ട്. അതെ, ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക, അവിടെ പോയി നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനമൊക്കെ വാങ്ങിച്ചിട്ട് പോകാനുള്ള പ്ലാനിലാണ്. പാക്കറ്റ് പൊട്ടിച്ച് നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന്. എന്തോ ബില്ലൊക്കെ ഉണ്ട്. ഇത് നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഫുഡി വന്നിരിക്കുകയാണ്. അപ്പൊ ഷീനിന്നാണ് സാധനം വന്നിരിക്കുന്നത്. നല്ല കവറാണ്. ഇതാണ് ഒരു ഹുഡി. അപ്പൊ 2 ഹുഡി നമുക്ക് ഗിഫ്റ്റായി വന്നിട്ടുണ്ട്. കൊള്ളാം, നല്ല ക്വാളിറ്റി ഉണ്ട് ഡ്രസ്സിന്. ഇത് രസമുണ്ട്. പിന്നെ നമുക്ക് 2 ബീനി വന്നിട്ടുണ്ട്, ചെറിയ ടൈപ്പ് 2 ബീനി. ഇത് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് വാങ്ങിയതാണ്. ഒരു ബ്ലാക്കും ഒരു ഗ്രേയും ആണ്. അപ്പം ഇതാണ് ബ്ലാക്ക് ബീനി. ഇനിയിപ്പോൾ നമുക്ക് ഗ്രേ ബീനി വെച്ച് നോക്കാം. പെർഫെക്റ്റ് സൈസാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഊഹത്തിൽ ഓർഡർ ചെയ്തതാണ്. ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓർഡർ ചെയ്യാം. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കിടില ഹുഡി. ഇനിയിപ്പോൾ നമുക്ക് ബ്ലാക്ക് ഇട്ട് നോക്കാം. ഇതാണ് നമ്മുടെ ബ്ലാക്ക് ഹുഡി. ഫ്രണ്ടിൽ പ്ലെയിൻ ആണ്, ബാക്കിൽ അങ്ങനെ നമ്മുടെ സാധനം കിട്ടിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, നല്ലതാണ്. അപ്പോൾ ഇത് അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് വാങ്ങാം പുതിയ ഓരോ സാധനങ്ങൾ. കിടിലം ഗിഫ്റ്റാണ് കിട്ടിയത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ബിരിയാണി തിന്നാം. പപ്പടമൊക്കെ പൊരിച്ച് മുട്ടയൊക്കെ പുഴുങ്ങി ബിരിയാണി ഇട്ട് വരാം. അപ്പോൾ നമ്മുടെ അൺപാക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ബിരിയാണി ചൂടാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പപ്പടം ഇതാക്കിയിട്ടുണ്ട്. മുട്ട ഞാൻ ഫുള്ളായിട്ട് വേവിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ഇതാകുമ്പോൾ ചോറ് കുറച്ച് ഡ്രൈ ആണ്. അപ്പോൾ ഈ മുട്ടയാകുമ്പോൾ നല്ല കുഴച്ചങ്ങ് കഴിക്കാം. അപ്പോൾ ഇത് ഇവിടുത്തെ 65+ സാധാ 65 ബിരിയാണി എന്നാണ് ഇതിന് പറയുന്നത്. എന്തായാലും
നമുക്ക് കഴിച്ചു നോക്കാം. മുട്ട സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്. ഹാഫ് ബോയിൽഡ് മുട്ട. ആ ചീപ്പ